നമ്മൾ ഒരുപാട് കാലമൊന്നുമില്ല, ഒരു വർഷത്തോളം താമസിച്ച വില്ലയിൽ ഒരു മൽബറി മരം ഉണ്ടായിരുന്നു കേട്ടോ. വലിയ മൽബറി മരമായിരുന്നു. അത് ഈ യുഎയിലെ മഴക്കാലം തുടങ്ങിയപ്പോൾ അത് വീണ് പോയി. ഒരുപാട് മൽബറി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഈ വില്ല എടുക്കാൻ തന്നെ കാരണം ഈ ഒരു മൽബറി മരമായിരുന്നു കേട്ടോ. സത്യത്തിൽ ഈ മൽബറി മരം ഞാനും തമ്മിൽ നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. കാരണം നമുക്കിവിടെ ആരോടും സംസാരിക്കാനും മിണ്ടാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് കാറ്റൊക്കെ കൊള്ളാനും പുറത്തിറങ്ങാനൊക്കെ ഈ മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു റിഫ്രഷ്മെന്റ് ആയിരുന്നു കേട്ടോ മനസ്സിന്. പക്ഷെ അത് വീണ് പോയപ്പോൾ ഭയങ്കര സങ്കടമായി. ഒരു വർഷം മുമ്പ് വില്ലകൾ തപ്പി നടന്ന സമയത്ത് നമുക്കങ്ങനെ എല്ലാ വില്ലൊന്നും പറ്റിയിട്ടുണ്ടായില്ല. പക്ഷേ ഈ വില്ല കണ്ട സമയത്ത് എനിക്ക് വില്ലൊന്നും വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല, കാരണം ഒരു ഓൾഡ് വില്ലായിരുന്നു. പക്ഷേ ഈ മൽബറി മരം ഇത് ഈ വീടിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. കാരണം പൊതുവെ ഈ മേഖലയുമായി എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. കാരണം ഒരു മരം നട്ട് വളർത്തി അതുമൊന്ന് കായ് പറിക്കണത് വരെയുള്ള ക്ഷമൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് നട്ട് മരത്തിൽ കായ് കായ്ക്കണത് കണ്ടപ്പോൾ ഒരു എന്താ പറയുക, ഒരു സന്തോഷം. ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഞങ്ങൾ ഈ വില്ലെടുത്തത് കേട്ടോ. കാരണം ഈ മൽബറി കണ്ടപ്പോൾ നമ്മുടെ നാട്ടിൽ പച്ചപ്പാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇവിടെ നമ്മൾ നാട്ടിൽ നിന്ന് അതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുമല്ലോ, കുറേ ചെടികളൊക്കെ വാങ്ങിക്കൊടുന്ന് വെക്കും. അതൊക്കെ കണ്ടപ്പോൾ ഈ വലിയൊരു മരം നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായി. അല്ല, ഇതിൽ നിന്നാട്ടോ ഈ കായ് പറിക്കാനൊക്കെ പഠിച്ചിട്ടില്ലേ മൽബറി. ഡെയിലി രാവിലെയും വൈകുന്നേരം നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ അവൻ എന്നും വരും കേട്ടോ ഇതൊന്ന് പറിക്കാൻ വേണ്ടി. അവനക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഈ മരം വീണ് പോയിട്ട് ചെറിയ തടം വലിയ മരം ആയതുകൊണ്ട് വീണ് പോയി. ഇതുപോലെ മുന്നേ താമസിച്ച ഓരോ സ്ഥലത്തും നമുക്ക് എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ലേ, അതിനെക്കുറിച്ച് സംസാരിക്കാനും നമുക്ക് ഒരുപാടുണ്ടാവും.